ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മീഷോന്ന് കുറച്ച് ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സുകളാണ്. അപ്പോൾ 150 രൂപയ്ക്കാണ് നമുക്ക് കുറച്ച് അധികം ഗാഡ്ജറ്റ്സുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു കവറിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ചെറിയൊരു കവറിലാണ് നമുക്ക് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കണം, ഇതിൽ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ നമുക്ക് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോ നോക്കിയാലോ, എന്തൊക്കെയാണ് സാധനങ്ങൾ ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു പേനയാണ്. അപ്പോൾ ഈ പേന എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ കവറിന്ന് ഈ സാധനം ഇങ്ങനെ ഉള്ളിരിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബ്ലാക്ക് കളറിലൊരു പേനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൊബൈൽ ഹോൾഡറും കൂടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ വേണ്ടിയിട്ട് നമ്മൾ പേന ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ ഇങ്ങനെ വെച്ചാൽ നമുക്കിങ്ങനെ സിനിമയും വീഡിയോസൊക്കെ ഇതുപോലെ ഇരുന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അതാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഈ പേനൻ്റെ ബാക്ക് കണ്ടോ, ഇതുപോലൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമുക്കിങ്ങനെ ഓണായി കഴിഞ്ഞാൽ കണ്ടോ, ഫോൺ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, അറിയാതെ നമുക്ക് കഴിഞ്ഞപ്പോൾ ഫോൺ റീസ്റ്റാർട്ടായി. അപ്പോൾ ഈ സംഭവം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഗാഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് മാറ്റേക്കാം. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഹോൾഡറാണ്. ഇത് നമുക്ക് മൊബൈൽ ഹോൾഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിങ്ങനെ തുറക്കാം പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഇതിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ നിൽക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ എത്ര ദൂരം വേണോ അതുപോലെ അനുസരിച്ച് നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. കണ്ടില്ലേ, യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവം കൊള്ളാം. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് മാറ്റിയേക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ഇതേപോലത്തെ ഒരു LED ആണ്. അപ്പോൾ USB ടൈപ്പിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം തുറന്നിട്ട് നമുക്ക് എന്താ നോക്കാം. കണ്ടോ, ഇതേപോലത്തെ ഒരു USB കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റായിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു അഡാപ്റ്റർ വേണം. നമ്മളൊരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് USB പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇങ്ങനെ കത്തണമായിരിക്കും. സംഭവം അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള പ്രകാശം നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ ലാമ്പായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെറിയ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ളൊരു പെന്നാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഇതൊരു പെൻസിലായിരിക്കാം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു പെൻസിലാട്ടോ. നമുക്കിങ്ങനെ എഴുതാനൊക്കെ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു പെൻസിലാണ്. പിന്നെ ഇത്രയും വലിപ്പം എന്തിനാ വെച്ചാൽ നോക്കണം. അപ്പോൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു എറേസറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ നമുക്കിതിനെ മായ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ മായ്ച്ചിട്ട് വീണ്ടും യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള സാധനമാണ്, കുഴപ്പമില്ല. ഇപ്പോൾ വെറൈറ്റി ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടൊരു പെൻസിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പേന പോലെ ഉള്ളത്. നമുക്കിതിങ്ങനെ ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോളറിലൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ഇരിക്കണമായിരിക്കും. കൊള്ളാം, സാധനം അടിപൊളിയാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് വീണ്ടും ഒരു USB ലൈറ്റാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സൈസിലാണ് ഈ USB ലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇതിന് നമുക്കൊരു അഡാപ്റ്റർ വേണം, അല്ലെങ്കിൽ പവർ ബാങ്ക് വേണം. അപ്പോൾ അതിൽ കണ്ടു ചെയ്താൽ മാത്രമേ നമുക്ക് യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ അഡാപ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കത്തുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് ലൈറ്റ് ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് ഈ കോംബോയിൽ വരുന്ന ഒരു ഓഫറിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതെല്ലാത്തിനും പാടെ വന്നിരിക്കുന്നത് വെറും 145 രൂപയ്ക്കാണ് നമ്മൾ ഈ സാധനം കിട്ടിയിരിക്കുന്നത് മീഷോ എന്നാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ കയ്യിൽ ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം.
അപ്പോൾ വരുന്ന ഇതുപോലത്തെ ചെറിയ പാക്കിൽ 4 കളറിൽ വരുന്ന സംഭവമാണ്. അപ്പം ചാർജറിൻ്റെ കേബിളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചാർജർ. അപ്പോൾ ഈ ചാർജറിൽ കണ്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ബെൻഡാവുന്ന ഭാഗത്ത് ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചാർജറിൻ്റെ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുകൊണ്ട് തടയാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഉപകാരമുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ 145 രൂപൻ്റെ കോമ്പോയിൽ വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.